മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തേണേ. ജൂതന്മാരോ ക്രൈസ്തവരോ സഞ്ചരിച്ച മാർഗത്തിലൂടെ ആ മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് നീ വഴി കാണിക്കല്ലേ. എന്താ കാരണം? അവർ വഴിവിഴക്കാനുണ്ടായ ഒരു കാരണം ഇതാണ്. അവിടെ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മക്ബറകൾ ആരാധനാ കേന്ദ്രങ്ങളും പ്രാർത്ഥനയുടെ കേന്ദ്രങ്ങളുമാക്കി. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. നിങ്ങൾ പൂർവികരുടെ ചര്യ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. ഇത് വളരെ ഗൗരവത്തിൽ റസൂലുള്ള സഹാബത്തിനെ അറിയിച്ചപ്പോ ആ സഹാബത്ത് തിരിച്ചു ചോദിച്ചല്ലോ, അൽ യഹൂദ വന്നസ്വാറാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതയും ചാണിനു ചാണായും മുഴത്തിനു മുഴമായും ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? റസൂലുള്ള പറഞ്ഞത് ഫമൻ, പിന്നെ ആരെക്കുറിച്ചാണ് ആ പ്രവചനം പുലരിലേക്ക് കാണുന്നത്? അതിന് പണ്ഡിതന്മാരുടെ ഫത്വകളുമായാൽ ഈ സമൂഹം വഴിവിഴക്കാൻ പിന്നെന്തുണ്ട് മാർഗം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ ആദർശത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിയാക്കന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ ഈ തൗഹീദി പ്രബോധനത്തിൽ ആകൃഷ്ടരാവുകയും അവർ ഈ തൗഹീദി പ്രബോധനത്തിന്റെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത്, അതൊക്കെ സുന്നിയായാൽ ചെലവ് നല്ലോണ്ട്, മുജാഹിദും ജമാഅത്തൊക്കെ ആയാൽ പിന്നെ ചെലവൊന്നുമില്ല, സുഖാണ്, 5 കാശ് എവിടെയും കൊടുക്കണ്ട, സുന്നിയായ ചെലവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ വഴി മാറി പോകുന്നത്. അത് നമ്മളെ വത്തപ്പുരിയും സക്കാഫി പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കുമ്പോൾ ആദ്യം. മുജാഹിദും ജമാഅത്തൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരും, സുന്നിയായാൽ എല്ലാം ചെലവ് അങ്ങോട്ട് പോകും. രണ്ടും തമ്മിൽ വ്യത്യാസം എന്ത്? സുന്നിയായി കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ പിരിവ് വരും, പള്ളിയിൽ നിന്ന് പിരിവ് കൊടുക്കണം, മൗലൂദിന്റെ. റബീഉൽ ആഖിറിൽ വരും ഖുതുബിയ്യത്തിന്, പിന്നെ വരും റിഫായി ശൈഖിന്റെ ആണ്ടിന്, പിന്നെ മമ്പറം തങ്ങളുടെ ഖത്തത്തിന്, പിന്നെ ഓമാൻ ശ്രോതാക്കളുടെ നേർച്ചക്ക്, പിന്നെ വാപ്പ മരിച്ചാലടക്കം ഖുർആൻ ഓതാൻ വിളിക്കുമ്പോ മുത്തലിമീങ്ങൾക്ക് സംതിങ് ചെലവാണ്, പിന്നെ വല്ലാതെ തൽഖീൻ കൊടുക്കേണ്ടതാണ്, പിന്നെ 3 കറി വെക്കേണ്ടതാണ്, 7 ദിക്ർ നടത്തേണ്ടതാണ്, 40 ഭക്ഷണം ചെലവ് തന്നെയാണ്. ആ വാപ്പ മരിച്ച വർഷം തിരിച്ചു വരുമ്പോൾ ഒരു അനുസ്മരണം അതും മുടക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വരവുക്ക ഇല്ലക്ക ചെലവുക്ക 10ക. അതാ പറഞ്ഞു, വരവുക്ക ഇല്ലക്ക ചെലവുക്ക 10ക. ആർക്കാ ചെലവ്? ഈ സക്കാഫിമാർക്കാണോ ചെലവ്, സാധാരണക്കാർക്കോ? അവന്മാടെ ചോദിക്കട്ടെ. 5 കായ് ചെലവില്ല ഞങ്ങൾക്ക്, ഒക്കെ ഇങ്ങോട്ട് വരവാ. മുത്തഅല്ലിമീങ്ങൾക്ക് സംതിങ് നിറ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരവാ, എന്നിട്ട് വരെ ചെലവാണ്. എന്നിട്ട് എണ്ണി പറഞ്ഞ ആചാരങ്ങളോ റസൂലുള്ള പഠിപ്പിക്കാത്ത ആചാരങ്ങള്. വാപ്പ മരിച്ച അന്ന് ഭക്ഷണം കൊടുക്കണം, 3 കറി കുടിക്കണം. കണ്ടില്ലേ മനസ്സ്? മരിച്ചോര പേരിൽ തിന്നണം, കുടിക്കണം എന്ന ചിന്ത മാത്രം. മുസ്ലിയാരോട് ഞാൻ പറയട്ടെ, പള്ളി ദർസിൽ ആദ്യമായി കയറി ചെന്നപ്പോ ഓതിപ്പടിച്ച കിതാബുണ്ടല്ലോ, 10 കിതാബ്. 10 കിതാബൊന്നുമില്ല, ചെറിയ ഗ്രന്ഥമാണ്. ആ 10 കിതാബിലുണ്ട് വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിതി മിൻ ഇസ്ലാഹി തുആമിൻ വജമ്മിൻ നാസി അലൈഹി ഫബിദ്അത്തുൻ ഗൈറ ഹസനാ. ഉസ്താദുമാരെ കണ്ടിട്ടുണ്ടാവില്ല, സാധാരണക്കാർ ചോദിക്കാളി, ഇങ്ങനെ ഒരു 10 കിതാബ് ഉണ്ടോ? എന്തായാലും പറഞ്ഞത്, മയ്യത്തിന്റെ വീട്ടുകാർ നല്ല ഭക്ഷണം ഉണ്ടാക്കൽ, അതിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടൽ, ഫബിദ്അത്തുൻ ഗൈറ ഹസനാ, നല്ലതല്ലാത്ത ബിദ്അത്താണ്. ഈ 10 കിതാബിന് ഇബ്രാഹിം പുത്തൂർ പൈസി, അബ്ദുൽ അസീസ് മുസ്ലിയാർ പൊന്നാനി, ഒറ്റമാളിയേക്കൽ മുത്തുക്കോയ തങ്ങൾ, മുഹമ്മദ് മറ്റത്ത് എന്ന സുന്നി പണ്ഡിതന്മാരെ പരിഭാഷ ഇവിടെ വാങ്ങാൻ കിട്ടും. അതിൽ 3 ആളും ഞാൻ പറഞ്ഞ അർത്ഥ കൊടുത്തു. എന്ത്? മയ്യത്തിന്റെ ആളുകൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, അതിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക, അത് ചെയ്യൽ നല്ലതല്ലാത്ത ബിദ്അത്താണ്, അനാചാരമാണ്. എന്നാൽ മുഹമ്മദ് മറ്റത്ത് എന്ന പണ്ഡിതൻ മാത്രം എന്ത് ചെയ്തു അറിയോ? അദ്ദേഹം ഇങ്ങനെ എഴുതിയപ്പോ അദ്ദേഹത്തെ തോന്നിയിട്ടാവും നമ്മൾ ചെയ്യിക്കുന്ന ആചാരത്തിന് എതിരാണല്ലോ ഇത്. അപ്പൊ അദ്ദേഹം എന്ത് എഴുതി? ആ വൈറാണ്ട് മാറ്റി. വൈറ് മാറ്റിയ പിന്നെന്തായി? ഫബിദ്അത്തുൻ ഹസന, നല്ല ആചാരമാണ് എന്നാക്കി മാറ്റി. അതാക്കിയത് മാത്രമല്ല, മയ്യത്തിന്റെ വീട്ടുകാർ ചെയ്യുന്നത് എന്നത് മയ്യത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നും ആക്കി. അതാ ഇബാറത്തിൽ നടത്തിയ തിരിമറിയാണ്. ഉസ്താദുമാരോട് അന്വേഷിക്കുക, ഇങ്ങനെ ഒരു 10 കിതാബുണ്ടോ? അതില് മരിച്ചോല പേരിൽ ഭക്ഷണം ഉണ്ടാക്കലും അതിന് ജനങ്ങൾക്ക് കൊടുക്കലും നല്ലതല്ലാത്ത ബിദ്അത്താണെന്ന് മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതിനത് പഠിപ്പിച്ചത്. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ തെളിവുകളുടെ പിൻബലത്തോടെയാണ്.
ഇപ്പോഴാ നാട്ടിലാകമാനം ഖബർ ഉത്സവങ്ങളും ഖബർ പൂരങ്ങളും നടക്കുകയാണ്. ഖബർ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആനകൾ പോലും എതിർ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആനകൾ പോലും എതിരാണ്. ആനക്ക് പോലും ആ വിഷയത്തിൽ ബുദ്ധിയുണ്ട്. ഈ കാട്ടിക്കൂട്ടലൊക്കെ തെറ്റാണ്, നിങ്ങൾ ആ പണിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ആന പോലും എതിരാകുക, അതിന്റെ ഇരകളാകുകയാണ് ആളുകൾ മുഴുവൻ. ഖബർ കച്ചവടം കൃത്യമായി നാട്ടിൽ നടക്കുന്നു. ഇപ്പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, നമ്മളെ റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിന്റെ വാക്കുകളുണ്ട്. ഖബറുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം നൽകുന്ന ഒരു താക്കീതുണ്ട്. അതും കൂടി അവസാനമായി നിങ്ങളൊന്ന് കേൾക്കി, എന്നിട്ട് ഞാൻ ഒരു അല്പകാര്യം വിശദീകരിക്കാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ് ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർ. ഇത് ദാറുൽ ഹുദന്റെ മുമ്പിലൊന്ന് പോയി പറയോ? ദാറുൽ ഹുദന്റെ മുമ്പിലൊന്ന് പോയി പറയാൻ ധൈര്യമുണ്ടോ? ദാറുൽ ഹുദ ഇപ്പൊ ഇങ്ങനെ നടന്നു പോണൊക്കെ മമ്പുറം തങ്ങളെ മക്കബറന്ന് കിട്ടുന്ന ചെലവോണ്ടാ. അവിടുന്ന് ഹുദവിമാർ ഇറങ്ങണത് അവര് ആ ഭക്ഷണം കഴിച്ചിട്ടാ. അവിടെ ഒന്ന് പോയി ഒന്ന് പ്രസംഗിച്ചാണ് ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ആട്ടോടുന്ന്. എവിടെ നിന്ന് ഇത്ര വരെ ചോദിക്കും? മുജാഹിദുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് നിങ്ങൾ കേട്ടത്. ഈ പ്രബോധന പ്രവർത്തനം യേശുന്നുണ്ട് സമൂഹത്തിൽ. അതിന് ഉദാഹരണമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ നിലക്കുള്ള മക്ബറകൾക്കെതിരെ, അവിടെ നടക്കുന്ന ആരാധന പ്രാർത്ഥനക്കെതിരെ ശബ്ദിച്ചപ്പോ അത് സമൂഹത്തിൽ അനൈക്യമുണ്ടാക്കലാണ്, ഛിദ്രതയുണ്ടാക്കലാണ്. മുസ്ലിം സമൂഹം അങ്ങനെയൊന്നും ആവരുത് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, സോൾഡാറ്റിക്കാരൻ ഇതാ ഇപ്പൊ എഴുതി വെച്ചു. ഇതെന്റെ കയ്യിലുള്ളത് 2007 ഫെബ്രുവരി 10 ഇറങ്ങിയ പ്രബോധനം വാരികയാണ്. ആദ്യം തന്നെ കൊടുത്ത ആയത്തന്തരങ്ങള് ഇന്നശ്ശിർക ലദുൽമുൻ അലീം. എന്നിട്ട് കൊടുത്തതോ മക്ബറ വ്യവസായം, പുണ്യവാള പൂജക്കെതിരെ ഇസ്ലാമിന്റെ ജാഗ്രത. കണ്ടോളിങ്ങള്, ഞങ്ങൾ പറഞ്ഞ വഴിക്ക് ഇങ്ങനെ വരികയാണ്. കൊക്കക്കോളയും പ്ലാച്ചിമടയും റോഡ് വീതി കുത്തലും കുറക്കലും അതൊന്നും പറഞ്ഞാൽ ഇവിടെ നിലനിൽപ്പില്ല എന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിഞ്ഞ് ഇപ്പോഴെങ്കിലും. ഒരു കാലഘട്ടത്തിൽ മക്ബറ ഇത് ശ്മശാന വിപ്ലവക്കാരാണ് ഇവരെന്ന് മുജാഹിദുകളെ ചീത്ത പറഞ്ഞവർ ഇപ്പൊ കണ്ടില്ല നിങ്ങൾ. മക്ബറ വ്യവസായം, പുണ്യവാള പൂജക്കെതിരെ ഇസ്ലാമിന്റെ ജാഗ്രത. ഈ ജാഗ്രതയാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്. എന്തിനാണത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പരലോകമുള്ളത് കൊണ്ട്. പരലോകത്തേക്ക് ഈ വക ശിർക്കുമായി കടന്നു ചെന്നാൽ സ്വർഗം ഹറാമാണ്, നരകം നിർബന്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനത്തെ ഒരു നിലക്കും നിങ്ങൾ കൊച്ചാക്കി കാണിക്കരുത്. പക്ഷേ ഈ ആദർശ പ്രബോധനത്തിൽ കൃത്യമായി പങ്കാളികൾ വഹിച്ചിരുന്നവർ പോലും ഒന്ന് കോലം മാറിയപ്പോൾ, ഒന്ന് റൂട്ട് തെറ്റിച്ചോടിയപ്പോൾ അവർക്ക് പോലും ഇപ്പണി മോശമായി തോന്നി. എന്റെ കയ്യിലുള്ളത് സെൻസിംഗ് ആണ്. ഏപ്രിൽ 2007 ഏപ്രിൽ 18-ാം തീയതി സെൻസിംഗിൽ ഇതാ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് സെൻസിംഗുകാരൻ എഴുതിയത് മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ. മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ. നോക്കൂ നിങ്ങൾ, ഈ മക്ബറ വ്യവസായത്തിനെതിരെ, ഈ ശിർക്കിനെതിരെ തങ്ങളുടെ ആയുസ് മുഴുവൻ ചെലവഴിക്കുകയും ഈ തൗഹീദിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാനുള്ള തീവ്രമായ ത്യാഗ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തെ അതിൽ നിന്നൊന്ന് റൂട്ട് തെറ്റി എന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ ചെയ്തിരുന്നത് ഇതൊക്കെ മുശ്രിക്കാക്കലാണ്, ഇതൊക്കെ മുശ്രിക്കീന്റെ പണിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് സലാം സുല്ലമി. എന്നിട്ട് അതിൽ അഭിമുഖം കൊടുത്തുകൊണ്ട് ഇപ്പോ ഇവരുടെ വിഭാഗം മുഴുവൻ മുശ്രിക്കുകളായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരൊന്നും മുശ്രിക്കുകളല്ല, അവരൊന്നും ശിർക്ക് ചെയ്യണില്ല, അവരൊന്നും ശിർക്ക് ചെയ്യുന്നതിന് ഹലാലാണെന്ന് വിശ്വസിച്ചു കൊണ്ടൊന്നല്ലോ. സലാം സുല്ലമിയോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് തൗഹീദ് സമഗ്ര പഠനം എന്ന ഗ്രന്ഥം ആദ്യമിറക്കി അത് പോരാഞ്ഞിട്ട് വീണ്ടും ചേർത്ത് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ചത് എന്തിനാണ്? അത് പിൻവലിച്ചുകൂടെ എന്നതാണ്. ആ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ എത്ര ഹെഡിങ്ങുകളാണ്, എത്ര ഭാഗങ്ങളാണ് ശിർക്കിന്റെ ഗൗരവം പറയാൻ. ഈ സമൂഹം ശിർക്കിലാണുള്ളത്, ആ ശിർക്ക് രക്ഷ കിട്ടണമെന്ന് എഴുതിയത് അത് മറന്നുകൊണ്ടാണോ ഈ അഭിമുഖം കൊടുത്തത് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. സഹോദരന്മാരെ, വെറുതെ പറയുന്നതല്ല, ആരെങ്കിലും അപമാനിക്കുകയല്ല, മറിച്ച് തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, തൗഹീദിന്റെ ശരിയായ പാതയിൽ നിന്ന് അതിനോട് ഗൗരവം കാണാതിരിക്കുമ്പോൾ നാം തെറ്റിപ്പോകുന്നതിന്റെ അടയാളങ്ങൾ മാത്രമാണിത്. തൗഹീദിലേക്ക് നമ്മൾ കടന്നു വരിക, ശിർക്കിന്റെ ഒരു അംശം പോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ നുശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലം. അല്ലാഹുവേ,
ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, അറിയാതെ വല്ല ശിർക്കും ചെയ്യുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. വജ്നുബുനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും ബിംബാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് രക്ഷിക്കണേ എന്നാണെങ്കിൽ അതിന്റെ ഗൗരവം ആ പ്രവാചകന്മാരിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഈ തൗഹീദി പ്രബോധനത്തെ ഉൾക്കൊള്ളുകയും ഈ തൗഹീദിന്റെ മാർഗത്തിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കണം. മുജാഹിദുകൾ മനസ്സിലാക്കേണ്ടത് ബദർ രണാങ്കണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോൾ അവിടെ സുജൂദിൽ കടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ ബഅദു ഫിൽ അർള്, അല്ലാഹുവേ ഈ കൊച്ചു സംഘം ഇവിടെ നശിക്കുകയാണെങ്കിൽ, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ, നിന്നെ മാത്രം ആരാധിക്കാൻ ഈ ഭൂമുഖത്ത് ഒരാളും ഉണ്ടാകുകയില്ല പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്നത് മുജാഹിദുകളായ ആണും പെണ്ണുങ്ങളോട് സഹോദരി സൂചിപ്പിക്കുവാനുള്ളത് ആ പ്രാർത്ഥന ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ള ഒരു യൂണിറ്റിൽ ആ പ്രാർത്ഥന പ്രസക്തമാണ്, നമ്മുടെ മേഖലയിൽ ആ പ്രാർത്ഥന പ്രസക്തമാണ്, നമ്മുടെ ജില്ലയിൽ ആ പ്രാർത്ഥന പ്രസക്തമാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്നും ആ പ്രാർത്ഥന പ്രസക്തമാണ്. നമ്മളില്ലെങ്കിൽ നാം തൗഹീദ് വേണ്ട, ഇനി വേറെന്തെങ്കിലും പടി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഈ തൗഹീദ് മാറ്റിവെച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല. നാട്ടുകല്ലും മരവള്ളിയും കണ്ടല്ലോ, സോളിരാറ്റിക്കാര നീ അത് കണ്ടു, NDF-കാര ഇസ്ലാമിന്റെ സംരക്ഷണം പറയുന്ന, ഞങ്ങളാണ് ഇസ്ലാമിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ് വാളേന്തുന്ന, ആളുകളെ കൊലപ്പെടുത്തുന്ന ഈ അക്രമത്തിന്റെ പാത സ്വീകരിച്ച NDF-കാര ഈ തൗഹീദിന് വ്യതിചലിച്ച ഈ സമൂഹം നിന്റെ മുമ്പിലായി ഉണ്ടായിട്ടും നിന്റെ ആയുസ്സും നിന്റെ ആരോഗ്യവും നിന്റെ അറിവും നിന്റെ സമ്പത്തും നീ എന്റെ തൗഹീദിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരുന്നു എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ നീ എന്ത് മറുപടി പറയും? ദുനിയാവിന്റെ കാര്യം പറയാൻ നമ്മളൊരു സംഘടന ഉണ്ടാക്കേണ്ടതില്ല. ഇവിടെ റോഡ് വീതി കൂട്ടണ്ടേ എന്ന് പറയാൻ മുസ്ലിങ്ങൾ സംഘടിക്കേണ്ടതില്ല. ഇവിടുത്തെ യുക്തിവാദികളടക്കം ആ വിഷയത്തിൽ നിരതമാണ് എന്ന് നമുക്കറിയാം. നമുക്ക് പറയാനുള്ളത് തൗഹീദിന്റെ കാര്യമാണ്, ആഖിറത്തിന്റെ കാര്യമാണ്. ഒരു മനുഷ്യനെ നരകത്തിൽ രക്ഷിക്കുക എന്നതായിരിക്കണം ഓരോ മുജാഹിദും ചെയ്യേണ്ട ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങൾ, ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. അതിനുള്ള ശ്രമങ്ങളാണിത് മാത്രം. ഒരാളെയും കുറ്റപ്പെടുത്താനല്ല. മരണമെന്നുണ്ടെങ്കിൽ അതേപോലെ സത്യമാണ് മരണാനന്തര ജീവിതം. ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിനുള്ള ആദർശം നമ്മൾ സ്വീകരിക്കുക, ആ ആദർശന്റെ വഴിയിൽ പ്രബോധകന്മാരായി ജീവിച്ചു മരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും മുഴുകുക എന്നാണ് അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ഇതുപോലുള്ള ധാരാളം പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 29-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു വിപുലമായ ഹദീസ് കോൺഫറൻസ് നടക്കുകയാണ്. ഹദീസ് നിഷേധ പ്രവണതകളും ബുദ്ധിക്കനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന തെറ്റായ രീതികളെ കുറിച്ച്, സുന്നത്തുകൾ നിത്യജീവിതം പകർത്തേണ്ട അതിന്റെ ഗൗരവത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും അറിയിക്കണമെന്നാണ് ഹദീസ് കോൺഫറൻസിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അതിൽ പങ്കെടുക്കാം. അവിടെ നിന്ന് വിതറുന്ന വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാം, നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇങ്ങനെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ തൗഹീദിന്റെ മാർഗത്തിലൂടെ ചലിക്കുകയും ആ നിലക്ക് തൗഹീദിന്റെ മാർഗം ഉൾക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എത്രയോ രോഗികൾ ആശുപത്രിയിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. ആ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിന്റെ മാർഗം അത് ഉയർത്തിപ്പിടിക്കാനും ആ തൗഹീദ് പ്രബോധനം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.